ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് ഫുഡ് ആൻഡ് ഹ്യൂമൻ, ഭക്ഷണവും അതുപോലെ തന്നെ മനുഷ്യന്മാരും. ഞാനിതിൽ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ ഒരു കുട്ടിയുടെ ഡയറി എൻട്രി കൊടുത്തിട്ടുണ്ട്, സിബിയുടെ. വാട്ട് ആർ ദി ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദ ഡയറി എൻട്രി? അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡയറി എൻട്രി. ഇതൊക്കെ ഭക്ഷണങ്ങളെ പറ്റി പറയുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഭക്ഷണങ്ങൾ വരുന്നത്? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്: ലഡ്ഡു, ഹൽവ, പായസം, കേക്ക്, സ്വീറ്റ്സ്, പിക്കിൾസ്. കണ്ടോ? അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടേക്ക് എടുത്തെഴുതാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ഭക്ഷണമാണ് പറഞ്ഞിട്ടുള്ളത്? ലഡ്ഡു, ഹൽവ, പായസം, കേക്ക്, സ്വീറ്റ്, പിക്കിൾസ്. ഓക്കെ, ഇനി വാട്ട് ആർ ദി അതർ ഫുഡ് ഐറ്റംസ് യു ഹാവ് ഹാഡ്? പ്രിപ്പയർ ഈ ലിസ്റ്റ് ഓഫ് ദം. അപ്പോൾ ഈ ലഡ്ഡു പായസം എന്നല്ലാതെ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയാം അല്ലേ? ഇഡ്ഡലി, ദോശ, ഷേക്സ്, ജ്യൂസ് അല്ലേ? അപ്പോൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് പറയാം, ഇതിൽ കഴിച്ചതൊക്കെ പറയാം. എക്സാമ്പിൾ എന്താണ്? മലബാർ പറാത്ത, ഇടിയപ്പം, പുട്ട്, കടല, കപ്പ, മീൻ കറി, റൈസ്, സാമ്പാർ, ജിഞ്ചർ പിക്കിൾ, പച്ചടി, പപ്പടം, പരിപ്പ് കറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഭക്ഷണം ഡയറി എൻട്രിയെ കുറിച്ച് പറഞ്ഞു. ദ ഫുഡ് വി ഈറ്റ് ഹാസ് എ ലോങ് ഹിസ്റ്ററി അല്ലേ? നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം ഇതുപോലെ ആയിരുന്നില്ല പണ്ട് കഴിച്ചിരുന്നത് അല്ലേ? പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു തുടങ്ങിയത്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം എല്ലാ ലിവിങ് തിങ്സിനും അല്ലേ, മനുഷ്യന്മാരായിക്കോട്ടെ എനിമൽസ് ആയിക്കോട്ടെ, അവർക്ക് ഭക്ഷണം വേണം. ഈ മനുഷ്യന്മാരൊക്കെ ആദ്യം ജീവിച്ചിരുന്നത് എവിടെയാണെന്നാണ് പറയുന്നത്? ഇങ്ങനത്തെ കാടുകളിലാണ് ജീവിച്ചിരുന്നത്. ആ സമയത്തൊന്നും ഭക്ഷണം ഇങ്ങനെ വേവിച്ച് പാകം ചെയ്യാനൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവർ കൂടുതലും കഴിച്ചിരുന്നത് എന്താണ്? ലീവ്സ്, ഇലകളും ഫ്രൂട്ട്സും ഒക്കെയാണ് കഴിച്ചിരുന്നത്. പിന്നെ ട്യൂബർ എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതിനെയാണ് ട്യൂബർ എന്ന് പറയുക. നമ്മുടെ കൊള്ളിയൊക്കെ ഇല്ലേ, അതിനെയാണ് ട്യൂബർ എന്ന് പറയുക. ഓക്കെ, പിന്നെ അതല്ലാണ്ട് അവരെന്താ ചെയ്തിരുന്നത്? ചില ജീവികൾ മറ്റ് ജീവികളെ കൊന്ന് കഴിച്ചിരുന്നു അല്ലേ? അതുപോലെ ഹ്യൂമൻസും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? കണ്ടോ, ഇങ്ങനെ അമ്പെയ്ത് വീഴ്ത്തുകയാണ് ഈ ഡിയറിനെ അല്ലേ? അതിന് എന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കൊണ്ടുപോകുന്നുണ്ട്. കണ്ടോ? ഫിഷ് പിടിക്കുന്നുണ്ട്, മീനിനെ പിടിക്കുന്നുണ്ട്, ഒറ്റയ്ക്കും പിടിക്കുന്നുണ്ട്, കൂട്ടമായിട്ടും ഒക്കെ പിടിക്കുന്നുണ്ട്. കണ്ടോ? ഗുഹയിലാണ് അവർ താമസിച്ചിരുന്നത്. കണ്ടോ? ഇവിടെ ഒരു പാത്രം ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ പലതും നമുക്ക് ഈ പിക്ചേഴ്സിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ഡീറ്റെയിൽസ് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്? ഈ പിക്ചേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. കൊടുത്തിട്ടുണ്ട് ദേ ഗാതേർഡ് ഫുഡ്. എന്താണ്? അവർ ഭക്ഷണം ശേഖരിച്ചിരുന്നു. ഇനി എന്തൊക്കെ പറയാം? ഇതൊക്കെ പറയാം. ദേ യൂസ് വെപ്പൺസ് ഫോർ ഹണ്ടിങ് അല്ലേ? അവരുടെ കയ്യിൽ നമ്മൾ കണ്ടു, കുന്തമൊക്കെ കണ്ടു അവരുടെ കയ്യിൽ അല്ലേ? അപ്പോൾ വെപ്പൺസ് യൂസ് ചെയ്തിരുന്നു, ആയുധങ്ങൾ യൂസ് ചെയ്തിരുന്നു എന്ന് നമുക്ക് പറയാം. ദേ ലിവ് നിയർ വാട്ടർ സോഴ്സസ് അല്ലേ? അവർക്ക് വെള്ളം കിട്ടാനും അതുപോലെ തന്നെ ഫിഷ് കിട്ടാനും ഒക്കെ ഏറ്റവും എളുപ്പം എന്താണ്? വാട്ടർ സോഴ്സസിൻ്റെ അടുത്ത് അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരു ഗുഹയിൽ ആളിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ വാട്ടർ സോഴ്സസിൻ്റെ, വെള്ളത്തിൻ്റെ സ്രോതസ്സുകളുടെ അടുത്താണ് അവർ ജീവിക്കുന്നത്. എയ്റ്റ് ഫ്ലഷ് ആൻഡ് ഫിഷ്. എന്താണ്? മീറ്റ്, മാംസം ഭക്ഷിച്ചിരുന്നു, അതുപോലെ തന്നെ മീനിനെയും ഭക്ഷിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ പറയാം. ഇനി അടുത്തത് എന്താണ്? വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്. ഇങ്ങനെ ഹണ്ടിങ്ങിന് പോയിട്ട്, ഓക്കെ, അപ്പോൾ അങ്ങനെ ഹണ്ടിങ്ങിനും ഇതുപോലെ ഗാദറിങ്ങിനും ഇങ്ങനെ ഭക്ഷണം ശേഖരിക്കാനൊക്കെ പോയിട്ട് അവർ എന്തൊക്കെ ഭക്ഷണമാവും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവാം എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലേ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും, റൂട്ട്സും ട്യൂബേഴ്സും, ചിലതിൻ്റെ വേരുകളും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും. പിന്നെന്താണ്? ഫിഷ് കിട്ടിയിട്ടുണ്ടാവാം, മീറ്റ് അല്ലേ? ആ ഡിയറിനെ കൊന്നു, അപ്പോൾ അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നുണ്ടാവാം. ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്, ഇലകളും പൂക്കളും ഭക്ഷിക്കുന്നുണ്ടാവാം. ഫ്ലവേഴ്സ്, സ്റ്റെമ്മ്, ലീവ്സ് അല്ലേ? ചിലതിൻ്റെ പൂക്കൾ അവർ കഴിച്ചിട്ടുണ്ടാവാം, സ്റ്റെമ്മ് കഴിച്ചിട്ടുണ്ടാവാം, അതിൻ്റെ ലീവ്സ് കഴിച്ചിട്ടുണ്ടാവാം. സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായി കാണിക്കുന്നത്. ഓക്കെ, പിന്നെ എഡിബിൾ പ്ലാന്റ്സ്, കഴിക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ അവരിങ്ങനെ ഭക്ഷണമായിട്ട് ശേഖരിച്ചിട്ട് കഴിച്ചിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ മനുഷ്യന്മാർ കഴിച്ചിരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഫ്ലഷ് ഒക്കെ പച്ചയ്ക്കാവും അവർ കഴിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് എന്താ അവർ കണ്ടുപിടിച്ചത്? തീ അല്ലേ? ഫയറിൻ്റെ ഉപയോഗം അവർ ടൈംസ് ദേ ഡിഡ് നോട്ട് യൂസ് ഫയർ. ആദ്യമൊന്നും അവർ തീ ഉപയോഗിച്ചിരുന്നില്ല അല്ലേ? പിന്നീട് അവർ കൺട്രോൾ മാനറിൽ ശരിയായ രീതിയിൽ ഈ തീ ഉപയോഗിക്കുന്നത് പഠിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അതിൽ ഭക്ഷണം പാകം ചെയ്ത്
തീ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. കണ്ടോ, ഇവിടെ ഫസ്റ്റത്തെ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ, റോ ആയിട്ട് കണ്ടോ, പച്ചയ്ക്കാണ് ആ മാംസം അയാൾ ഭക്ഷിക്കുന്നത്. അതിൽ നിന്ന് ചോരയൊക്കെ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഇനി നോക്കിയേ, ഇവിടെ കണ്ടോ അവരെന്താ ചെയ്യുന്നത്? ആ തീയിൽ വേവിച്ചിട്ട് ആ വേവിച്ച ഭക്ഷണമാണ് അയാൾ കഴിക്കുന്നത്. ഓക്കെ, use of fire for cooking is an important landmark in the history of human food pattern. എന്താണ് ഭക്ഷണം കുക്ക് ചെയ്യാൻ, പാകം ചെയ്യാൻ തീ ഉപയോഗിക്കുക എന്നത് നമ്മുടെ ഹ്യൂമൻ ഫുഡ് പാറ്റേണിലെ വലിയൊരു ലാൻഡ്മാർക്കായിരുന്നു, നാഴികക്കല്ലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അതുവരെ നമ്മൾ പച്ച മാംസമാണ് ഭക്ഷിച്ചിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക്ഡ് ഫുഡാണ് കഴിച്ചു തുടങ്ങിയത്. ഓക്കെ, ദ ഫസ്റ്റ് കുക്ക്ഡ് ഫുഡ് ദേ ate was probably the meat of dead animals in wildfire. കണ്ടോ, ആദ്യം അവർ കഴിച്ചിരുന്ന ഭക്ഷണം എന്തായിരിക്കാം? ഇതുപോലെ ചത്തുപോയ മൃഗങ്ങളുടെ ഫ്ലഷ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, വേവിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവാം? ഇങ്ങനത്തെ റൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവർ വേവിച്ച് കഴിച്ചിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത്. ഓക്കെ, സമയത്ത് അന്നന്നേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം മാത്രമേ അവർ ശേഖരിച്ചിരുന്നുള്ളൂ കേട്ടോ. അന്ന് കഴിക്കാനുള്ളത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ഇറങ്ങും. അപ്പോൾ പല കാര്യങ്ങളും അവർക്ക് ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ, സൂക്ഷിച്ച് വെക്കണമെന്ന് അവരെ ചിന്തിപ്പിച്ചിട്ടുണ്ടാവാം. എന്തായിരിക്കും ആ കാരണങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് വർ ദ പോസിബിൾ കണ്ടീഷൻ ദാറ്റ് ഫോഴ്സ്ഡ് early humans find other ways to obtain. ആദ്യത്തെ എന്താണ്? സ്കാസിറ്റി ഓഫ് ഫുഡിൻ്റെ ദൗർലഭ്യം. അതായത് നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? സ്കാസിറ്റി ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. റൈസ് ഇൻ പോപ്പുലേഷൻ. ആദ്യം 10 ആൾക്കാരെ അവിടെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പിന്നെ അത് കൂടിയിട്ട് എത്രയാണ്? 100ഉം 200ഉം ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ. 10 ആൾക്കാർക്ക് കുറച്ച് ഭക്ഷണമേ വേണ്ടൂ. അതുപോലെയാണോ 100 ആൾക്കാർക്ക്? അല്ല. അപ്പോൾ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ഭക്ഷണത്തിൻ്റെ ആവശ്യവും കൂടി അല്ലേ. അപ്പോൾ അത്രയും ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തേത് എന്താണ്? എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. നമ്മുടെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അല്ലേ. നമുക്കറിയാം, ഇപ്പോൾ മാങ്ങ എല്ലാ സീസണിലും ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ച്, ഓരോ ചേഞ്ചിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾക്കും അല്ലേ, ഫലങ്ങൾക്കും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതിയിലുള്ള മാറ്റങ്ങളും എന്തിനു പ്രേരിപ്പിച്ചു? വേറെ ഭക്ഷണ സ്രോതസ്സുകൾ കണ്ടുപിടിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. വേറെ എന്തൊക്കെ എഴുതാം? ചേഞ്ച് ഇൻ ഫുഡ് ഹാബിറ്റ്സ് അല്ലേ. തീയൊക്കെ ഉപയോഗിച്ച് ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു തുടങ്ങി. അപ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് മാറിയിട്ടുണ്ടാവാം. പിന്നെ എന്താണ്? റീലൊക്കേഷൻ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു 100ഉം 200ഉം ആൾക്കാരൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ആ ഗുഹയിൽ തന്നെ നിൽക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവർ വേറെ താമസ സ്ഥലങ്ങൾ തേടി പോയിട്ടുണ്ടാവാം. അപ്പോൾ അത് വേറെ എങ്ങനെയൊക്കെ ഭക്ഷണം കിട്ടും എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവരെ നയിച്ചിരിക്കാം. ലാസ്റ്റ് എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ വെപ്പൺസ്. പുതിയ ആയുധങ്ങൾ അവർ കണ്ടുപിടിച്ചിരിക്കാം കേട്ടോ. ഫുഡ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ആദ്യമൊക്കെ മനുഷ്യന്മാർ എന്താണ് പറയുക, ഒന്ന് തിന്നിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് അവർ എന്ത് തുടങ്ങി? ദേ സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് എനിമൽസ്. ഡൊമസ്റ്റിക്കേറ്റിംഗ് എനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അവരെ വളർത്തു മൃഗങ്ങളാക്കി തുടങ്ങി കേട്ടോ. അപ്പോൾ ഡൊമസ്റ്റിക്കേറ്റഡ് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ദെയർ ഡെയിലി ഫുഡ്. ചില പ്ലാന്റ്സൊക്കെ അവർ നട്ട് വളർത്തി തുടങ്ങി. ഓക്കെ, അപ്പോൾ ആദ്യം അവർ പരിപാലിച്ച് തുടങ്ങിയത് എന്തിനെയാണ്? ഷീപ്പിനെയും ഗോട്ടിനെയും ഒക്കെയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോഗ്സ് വാസ് ദ ഫസ്റ്റ് അനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻസ്. മനുഷ്യൻ ആദ്യം വളർത്തുമൃഗമാക്കിയത് എന്തിനെയാണെന്നാണ് പറയുന്നത്? ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. വാട്ട് വാർ ദി ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻ ലൈഫ് ഫോളോയിങ് ദി ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്? ഹൗ ഡിഡ് ദേ റിയർ പ്ലാന്റ്സ്? അപ്പം എങ്ങനെയായിരിക്കാം അവർ ഈ അഗ്രികൾച്ചറിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിരിക്കുക? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേ ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് അഗ്രികൾച്ചർ വെൻ ദേ നോട്ടീസ് സീഡ്ലിങ്സ് സ്പ്രൗട്ടിങ് ഫ്രം ഡിസ്കാർഡഡ് ഫുഡ് ഐറ്റംസ്. ഇപ്പോൾ എന്താണ്? അവരിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കളയുന്ന ഈ പഴവർഗ്ഗങ്ങളില്ലേ, ഇപ്പോൾ ആപ്പിളിൻ്റെ കുരു ആയിരിക്കാം അല്ലേ, അല്ലെങ്കിൽ ഉള്ള സീഡ്സിൽ നിന്ന് എന്ത് സ്പ്രൗട്ട് ചെയ്തു? ചെറിയ ചെടികൾ സ്പ്രൗട്ട് ചെയ്യുന്നത് അവർക്ക് കാണാൻ പറ്റി അല്ലേ. അപ്പോൾ അതിൽ നിന്നായിരിക്കും അവർക്ക് എന്ത് മനസ്സിലായത്? ഇങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ചെടികൾ നട്ട് വളർത്താം എന്ന് അവർക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇപ്പോൾ ഈ സീഡ്സ്, ഇങ്ങനെയുള്ള വിത്തുകൾ റോക്കിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ എന്താണ്? ദേ വുഡ് ഡ്രൈ ഔട്ട്. അത് ഉണങ്ങിപ്പോവും. വെള്ളത്തിലിട്ടാൽ എന്താ ഉണ്ടാവുന്നത്? ദേ വുഡ് ഗെറ്റ് റോട്ടൺ. അത് ചീഞ്ഞളിഞ്ഞ് പോവും. അപ്പോൾ പിന്നീട് അവരെന്ത് മനസ്സിലാക്കി? സീഡ്സ് ജെർമിനേറ്റ് ഇൻ മോയ്സ്റ്റ് ആൻഡ് വാം സോയിൽ. നനവുള്ള മണ്ണിൽ സീഡ്സ് മുളച്ച് അത് പുതിയ ചെടികളാവുമെന്ന് അവർക്ക് മനസ്സിലാക്കി. അവിടെ നിന്നാണ് അവരെന്ത് തുടങ്ങിയത്? അഗ്രികൾച്ചറും ഫാമിങ്ങും ഒക്കെ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്ന പ്ലാന്റ്സും ലീവ്സും ഒക്കെ സെലക്ട് ചെയ്തിട്ട് അവർ അത് മാത്രം കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങി.
അത് മാത്രം കൃഷി ചെയ്ത് തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം അവർ കൾട്ടിവേറ്റ് ചെയ്ത സാധനങ്ങൾ ഏതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ് ട്യൂബേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുക. അതാണ് അവർ ആദ്യം കൃഷി ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, പിന്നെന്താണ്, ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ ദ റിവർ ബാങ്ക്സ് വേർ ദി എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ വേർ അവൈലബിൾ. അപ്പോൾ അവർ അഗ്രികൾച്ചറിന് തിരഞ്ഞെടുത്തത് എന്താണ്, റിവർ ബാങ്ക്സ്, നദീതീരങ്ങളിലാണ്. കാരണം എന്താണ്, അവർക്ക് നനയ്ക്കാൻ എളുപ്പത്തിൽ വെള്ളം കിട്ടുന്നത് റിവർ ബാങ്ക്സിലാണ്. അവർക്ക് കുടിക്കാനുള്ള വെള്ളവും അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഇനി എന്താ, വാട്ട് അഡ്വാൻറ്റേജസ് മൈറ്റ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ ദി അഗ്രികൾച്ചറൽ സൈറ്റ്. കൃഷി ചെയ്യുന്ന ഇടങ്ങളുടെ അടുത്ത് വീട് വെച്ചത് കൊണ്ട് അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുകയാണ്. ദേ കുഡ് പ്രൊട്ടക്ട് ദ അഗ്രികൾച്ചറൽ സൈറ്റ്, അല്ലേ. രാത്രിയാകുമ്പോൾ ചിലപ്പോൾ വല്ല വൈൽഡ് അനിമൽസ് ഒക്കെ വന്നിട്ട് കൃഷി നശിപ്പിക്കാം. അപ്പോൾ അതിൽ നിന്നും അവർക്ക് കൃഷിയെ പ്രൊട്ടക്റ്റ് ചെയ്യാം. പിന്നെന്താണ്, ദർ വാസ് നോ നീഡ് ടു വാണ്ടർ അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. അവർ നദീതടങ്ങളുടെ അടുത്ത് തന്നെയാണ് നിന്നിരുന്നത്. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഫിഷിനെ പിടിക്കാം, അല്ലേ. അതുപോലെ തന്നെ എന്താണ്, അവരുണ്ടാക്കുന്ന ആ പ്ലാന്റ്സ് ഉപയോഗിച്ച് അവർക്ക് ഭക്ഷണവും പാകം ചെയ്യാം. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. ഭക്ഷണ സാമഗ്രികൾ ഈസിലി അവൈലബിൾ ആയിരുന്നു, തൊട്ടടുത്ത് തന്നെ അവർക്ക് അവൈലബിൾ ആയിരുന്നു. ഗോഡ് മോർ ടൈം ടു റെസ്റ്റ്, അല്ലേ. ഭക്ഷണം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അലയേണ്ട കാര്യമില്ല. അവർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർക്ക് ഭക്ഷണം ലഭിച്ചിരുന്നു. പറയാം, The fertile soil on the river banks was suitable for agriculture. നദീതടങ്ങളുടെ അടുത്തുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല മണ്ണായിരിക്കും എന്തിനു വേണ്ടി, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ there was plenty of water for drinking and irrigation. കുടിക്കാനും അതുപോലെ തന്നെ നനയ്ക്കാനും ഇഷ്ടം പോലെ വെള്ളം അവർക്ക് ലഭിച്ചിരുന്നു. They could find new waterways, അല്ലേ. ആ വഴിയിലൂടെ, വാട്ടർവേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയ വഴികൾ, വെള്ളത്തിലൂടെ പോയിട്ട് എവിടെയൊക്കെ എത്തിച്ചേരാമെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. പിന്നെന്താണ്, men settled around the river banks. ആ നദീതടങ്ങളുടെ അടുത്ത് അവർ സെറ്റിൽ ചെയ്തു, വീട് വെച്ച് താമസിച്ചു തുടങ്ങി. ഇനി പറയുന്നത് എന്താണ്, ഇപ്പോൾ ഫുഡ് എങ്ങനെയൊക്കെയാണ് ശേഖരിക്കുക എന്ന് പറഞ്ഞു. ഇനി എന്താണ്, സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ്. ഭക്ഷണം എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്യുക, സൂക്ഷിച്ചിരുന്നത് എന്നാണ് പറയുന്നത്, അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഓരോ ദിവസത്തേക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം മാത്രമേ അവർ ഉണ്ടാക്കിയിരുന്നുള്ളൂ, കണ്ടുപിടിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീടാണ് അവർക്ക് എന്ത് മനസ്സിലായത്, അതുപോരാ, ഭക്ഷണം സ്റ്റോർ ചെയ്യണം, പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും വേണമെന്ന് അവർക്ക് തോന്നിയത്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കാം അവർ ഭക്ഷണം സ്റ്റോർ ചെയ്തിരുന്നത് പറയുന്നുണ്ട്. പോട്ടറി, അല്ലേ, ഈ മൺപാത്രങ്ങളിൽ. പിന്നെ ബാഗ്സ് ഓഫ് എനിമൽ സ്കിൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ തൊലികൾ കൊണ്ടുണ്ടാക്കിയ ബാഗുകളിൽ. പിന്നെ എന്താണ്, ബാസ്ക്കറ്റ്സ് മെയ്ഡ് ഓഫ് ബാംബു മുളക് കൊണ്ടുള്ള ബാസ്ക്കറ്റ്സുകളിൽ. പിന്നെ വുഡൻ ബോക്സസ്, മരപ്പെട്ടികളിൽ വെച്ചിട്ടുണ്ടാവാം. ബോക്സ് മെയ്ഡ് ഓഫ് കോക്കനട്ട് ഹസ്ക്, അല്ലേ. അതുപോലെ തന്നെ ഈ ചിരട്ടകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബോക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പ്ലേറ്റ്സ് മെയ്ഡ് ഓഫ് ലീവ്സ് ഇലകൾ കൊണ്ടുള്ള പ്ലേറ്റുകളും ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇതിനെയാണ് പോട്ടറി എന്ന് പറയുക. കണ്ടോ, മൺപാത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. അതായത് കല്ലുകൾ കൊണ്ടൊക്കെ ഇതുപോലെയുള്ള പാത്രങ്ങൾ ഉണ്ടാക്കിയാൽ അത് വേഗം പൊട്ടിപ്പോകുമെന്ന് മനുഷ്യർ മനസ്സിലാക്കി. അപ്പോൾ അവരെന്ത് ചെയ്തു, സോയിൽ, മണ്ണ് ഇതുപോലെ നീഡ് ചെയ്ത് നല്ലോണം കുഴച്ചെടുത്ത് മോൾഡ് ചെയ്ത് അതിനെ എന്താക്കി മാറ്റി, അതിനെ ഇതുപോലെയുള്ള മൺകലങ്ങളാക്കി മാറ്റി. അവരുടെ കൃഷി കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള മൺപാത്രങ്ങളുടെയും ഉപയോഗം കൂടി വന്നു എന്നാണ് പറയുന്നത്. Discovery of wheel to make pottery was a major turning point in human history. ഹ്യൂമൻ ഹിസ്റ്ററിയിൽ വലിയൊരു നാഴികക്കല്ല് എന്തായിരുന്നു, ഡിസ്കവറി ഓഫ് വീൽ. ഇതുപോലെയുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ കണ്ടോ കറങ്ങുന്ന ആ ഒരു വീലില്ലേ, ചക്രമില്ലേ, അത് ഉണ്ടാക്കിയത് വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദർ ഈസ് എവിഡൻസ് ഓഫ് ഗ്രാനറീസ് കൺസ്ട്രക്റ്റഡ് ഇൻ ഏർലി ടൈം. ഗ്രാനറി എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ധാന്യം ശേഖരിക്കുന്ന ശാലകളെയാണ് ഗ്രാനറി എന്ന് പറയാം കേട്ടോ. പിന്നെ ഭരണി യൂസ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ പത്തായം ഉണ്ടായിരുന്നു. ലാർജ് വുഡൻ ബിൻസിന് എന്താ പറഞ്ഞിരുന്നത്, പത്തായം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി വാട്ട് കൈൻഡ് ഓഫ് വെസൽ ആർ യൂസ്ഡ് ഇൻ യുവർ ഹോം ഫോർ കുക്കിംഗ് ആൻഡ് സ്റ്റോറിങ് ഫുഡ്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനത്തെയൊക്കെ വെസൽസ് യൂസ് ചെയ്യുന്നുണ്ടാവാം, അലൂമിനിയം വെസൽസ് ഉണ്ടാവാം, സ്റ്റീൽ വെസൽസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഏതാണ് ഇതുപോലെയുള്ള പോട്രി, അല്ലേ, ഇതുപോലെയുള്ള ക്ലേ കൊണ്ടുള്ള വെസൽസ് ഉണ്ടാവാം, അല്ലേ. അപ്പോൾ അങ്ങനത്തെ എന്തൊക്കെ വെസൽസാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യാനോ സ്റ്റീൽ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവാം, പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ടാവാം, ഗ്ലാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം.
ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റം. മനുഷ്യന് ആവശ്യമുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിലോ, ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലോ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്. എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് എക്സ്ചേഞ്ച് എന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫിഷ് ആണുള്ളതെങ്കിൽ വേണ്ടിയിട്ട് നമ്മൾ ആ ഫിഷ് കൊടുത്തിട്ട് ആ മുളകോ അരിയോ മേടിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം എന്താണ്? അത് കൊടുത്ത് മറ്റൊരു സാധനം വാങ്ങുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് സിസ്റ്റം ഓഫ് കോയിനേജ്, അതായത് നമ്മുടെ കയ്യിൽ പൈസ അല്ലേ, പൈസയും കോയിനൊക്കെ ഉപയോഗിച്ചിരുന്നതിന് മുമ്പ് എന്തായിരുന്നു നടന്നിരുന്നത്? പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് അല്ലേ. നമ്മുടെ കയ്യിൽ ഫിഷ് ആണെങ്കിൽ ആ ഫിഷ് കൊടുത്തിട്ട് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് അരി മേടിക്കും അല്ലേ. ഇപ്പം നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസ് ആണുള്ളതെങ്കിൽ കേട്ടോ, നമ്മുടെ കയ്യിലിപ്പോൾ എന്താണ് പറയുക, കൊള്ളി കപ്പയാണുള്ളതെങ്കിൽ അത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വേറൊരു സാധനം, ചിലപ്പോൾ മീറ്റ് ആയിരിക്കാം, നമ്മൾ മീറ്റ് മേടിക്കും. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് സിസ്റ്റം അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സിൽ നിന്ന് എങ്ങനെ അർബൻ സെൻറ്റേഴ്സിലേക്ക് എത്തി. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നടന്നു, അത് കഴിഞ്ഞ് ട്രേഡ്, കച്ചവടം തുടങ്ങി. കച്ചവടം കൂടി എന്തായി? അത് മാർക്കറ്റുകളായി രൂപപ്പെട്ടു. പിന്നീട് അത് ട്രേഡിംഗ് സെൻറ്ററുകളായി. പിന്നീട് അത് വലിയ വലിയ അർബൻ സെൻറ്ററുകളായി. കേട്ടോ, കണ്ടോ, ആദ്യം നടന്നിരുന്ന ബാർട്ടർ സിസ്റ്റമാണ്. ഒരു കച്ചവടം പോലെയായി. അവിടെ ഇവിടെയൊക്കെ ആൾക്കാരിരുന്ന് കച്ചവടം ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്തായി? ഓർഗനൈസ്ഡ് മാർക്കറ്റുകൾ പോലെ. കണ്ടോ, ഓരോ സ്ഥലത്ത് പച്ചക്കറി വിൽക്കുന്ന ഒരു സ്ഥലത്ത്, ഫിഷ് വിൽക്കുന്ന ഒരു സ്ഥലത്ത്, അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റായി വലുതായി. കണ്ടോ, ഇങ്ങനെ ട്രേഡ് സെൻറ്ററുകളായി, വലിയ അർബൻ സെൻറ്ററുകളായി. കണ്ടോ, ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഫാക്ടറികളുണ്ട്, സ്കൂൾ അതിൻ്റെ അടുത്തുണ്ട്. കണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കൂട്ടം കൂടി ജീവിക്കുന്ന അർബൻ സെൻറ്ററുകളായി മാറിയെന്നാണ്. അടുത്തത് എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റം അക്രോസ് ലാൻഡ്. ഇപ്പോൾ എന്താണ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയല്ലാണ്ട് നമ്മുടെ നാട് കടന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി തുടങ്ങി. കേട്ടോ, അപ്പോൾ അതാണ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് അക്രോസ് ലാൻഡ് എന്ന് പറയുന്നത്. ആരൊക്കെയായിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്തിരുന്നത്? ചൈനക്കാർ, അറേബ്യൻസ്, പേർഷ്യൻസ്, ജൂസ്, ഇവരൊക്കെയായിട്ട് നമ്മളിങ്ങനെ എക്സ്ചേഞ്ച് നടത്തിയിരുന്നു. ഇവിടെ എന്താ കൊടുത്തിട്ടില്ല? ഐഡൻറ്റിഫൈ ദി സ്പൈസസ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഫോർ ദം. നോക്കാം നമുക്ക്. ഇതൊക്കെയാണ് എന്താണ്? പെപ്പർ, കാഡമം, ജിഞ്ചർ, ക്ലോവ്സ്, സിനമൺ, നട്ട്മെഗ്. പെപ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്, കുരുമുളകിനെയാണ് പെപ്പർ എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് കാർഡമം, ഏലക്കായ ഉണ്ടാകുന്ന ചെടിയാണ്. പിന്നെ എന്താ? ഇത് ഇഞ്ചിയാണ്. കണ്ടോ, ഇതെന്താണ്? ക്ലോവ്സ്. ഇതോ ജാതിക്ക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തിരുന്ന സ്പൈസസിൻ്റെ ഫോട്ടോസാണ് കാണിച്ചിരുന്നത്. ഏതൊക്കെയാണ് അത്? മാർക്ക് ചെയ്ത് വെക്കുക. ബ്ലാക്ക് പെപ്പർ, കാഡമം, ജിഞ്ചർ, ക്ലോവ്സ്, സിനമൺ. കേട്ടോ, ഇതൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ മറ്റു രാജ്യക്കാർക്ക് കൊടുത്തിരുന്നത്. ഇനി അതിൽ ബ്ലാക്ക് പെപ്പറിനെ, നമ്മുടെ കുരുമുളകിന് എന്താ പറയുന്നത്? ബ്ലാക്ക് ഗോൾഡ് എന്നാണ് പറയുന്നത്. കേട്ടോ, ബ്ലാക്ക് ഗോൾഡ്, കറുത്ത സ്വർണം എന്നാണ് നമ്മുടെ പെപ്പർ അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ ഫോറിനേഴ്സിന് ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിലുള്ള സ്പൈസസിൽ ഇഷ്ടമുള്ളത് ഏതായിരുന്നു? ബ്ലാക്ക് പെപ്പർ ആണ് എന്നാണ് പറയുന്നത്. ഇനി ഫൈൻഡ് ഔട്ട് ദി സ്പൈസസ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഇൻ യുവർ റീജിയൻ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങളുടെ അവിടെ മിക്കവാറും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. ഏതാണ്? ബ്ലാക്ക് പെപ്പർ, കാഡമം, സിനമൺ, ക്ലോവ്സ്, നട്ട്മെഗ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അടുത്തത് പറയുന്നത് എന്താ? ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തിനെയാണ്? പൈനാപ്പിൾ, പപ്പായ, ഗുവാവ, ടാപ്പിയോക്ക ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ അറിയില്ലേ? അപ്പോൾ അതിൻ്റെ ഒറിജിൻ ഇൻ അവർ ലാൻഡ്, അത് ശരിക്കും ഏത് സ്ഥലത്താണ് ഉണ്ടായത് അല്ലേ? അതാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഗുവാവ എന്ന് പറഞ്ഞാൽ എന്താ? പേരയ്ക്ക. അതിൻ്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? മെക്സിക്കോ ആണ്. അതിന് ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ് എന്നാണ് പറയുക. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? പോർട്ടുഗീസുകാരാണ്. ഏതൊക്കെ വൈറ്റമിൻസ് ആണുള്ളത്? എയും ബിയും സിയും ആണുള്ളത്. അടുത്തത് എന്താണ്? കാഷ്യൂവിൻ്റെ ബർത്ത് പ്ലേസ് ബ്രസീലാണ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ട്രീ എന്നാണ് അതിനെ പറയുക. വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഉണ്ട് അതിൽ. കേട്ടോ, ഇനി മേജർ പ്രൊഡ്യൂസർ ആരാണ്? അതിൻ്റെ മെയിനായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐവറി കോസ്റ്റും ഇന്ത്യയും ആണ്. ഇനി പപ്പായ ഏതാണ് ബർത്ത് പ്ലേസ്? സൗത്ത് മെക്സിക്കോ ആണ്. ഏറ്റവും കൂടുതൽ പപ്പായ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യ ആണ്. ഇന്ത്യയിലേക്ക് പപ്പായ കൊടുക്കുന്നത് ആരാണ്? ഫിലിപ്പൈൻസ് ആണ്. ഇനി റിച്ച് ഇൻ വൈറ്റമിൻ എ, കാൽഷ്യം, പൊട്ടാഷ്യം. കേട്ടോ, പൈനാപ്പിൾ ബർത്ത് പ്ലേസ് ബ്രസീലാണ്. ട്രോപ്പിക്കൽ ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. റിച്ച് ഇൻ ഫൈബർ ആൻഡ് വൈറ്റമിൻ എ. പോർട്ടുഗീസ് ബ്രോട്ട് ഇറ്റ് ടു ഇന്ത്യ. ടാപ്പിയോക്ക ബർത്ത് പ്ലേസ് ബ്രസീലാണ്. നോൺ ആസ് വെജിറ്റബിൾ ഓഫ് പുവർ ഇൻ കേരള. കേരളത്തിൽ എന്താണ്? പാവങ്ങളുടെ വെജിറ്റബിൾ എന്നറിയപ്പെട്ടിരുന്ന ടാപ്പിയോക്ക ആണ്. കൊള്ളിക്കിഴങ്ങ്, കപ്പ എന്നൊക്കെ അതിന് വേറെ പേരുകളുണ്ട്. മേജർ പ്രൊഡ്യൂസർ ആരാണ്? കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയും ബ്രസീലുമാണ്. കാൽഷ്യത്തിലും അയണിലും ടാപ്പിയോക്ക റിച്ച് ആണ്.
ഇനി പൊട്ടറ്റോ ബർത്ത് പ്ലേസ് എവിടെയാണ്? പെറു ആണ്. ട്യൂബർ ക്രോപ്പ് എന്ന് അറിയപ്പെടുന്നു. ട്യൂബർ എന്ന് പറഞ്ഞു എന്താണ്? കിഴങ്ങ് വർഗ്ഗമാണ്. മേജർ പ്രൊഡ്യൂസർ ആരാണ്? ചൈനയാണ്. വിറ്റമിൻ സി ആണ്. ഹൗ ഡിഡ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ലെഡ് ടു എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റം ബിറ്റ്വീൻ ഡിസ്റ്റന്റ് ലാൻഡ്? എങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ, ട്രേഡിൽ ഉണ്ടായ മാറ്റങ്ങൾ പല രാജ്യങ്ങളുമായിട്ടും ഇങ്ങനെയുള്ള ഫുഡ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഉത്തരം വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി എന്താണ്? പല ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇനി പറയുന്നത് എന്താണ്? പല സ്ഥലത്തു നിന്നുള്ള ഫുഡ് ഡിഷസ് അതിനെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത് അല്ലേ? ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഷവർമയും അൽഫാമും ഒക്കെ നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളല്ല അല്ലേ? അറേബ്യൻ ഡിഷസ് ആണെന്നാണ് പറയുന്നത്. അത് നമ്മൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേര് വേണമെങ്കിൽ എഴുതാം. ബർത്ത് പ്ലേസ് ഏതാണ്? അത് അറേബ്യൻ കൺട്രീസ് ആണ്. ഇപ്പം നമ്മളത് കഴിക്കുന്നുണ്ട്. ഹാംബർഗർ US നിന്നാണ് നമ്മൾ കഴിക്കുന്നുണ്ട്. പിസ്സ ഏതാണ്? ഇറ്റലിയാണ് ഒറിജിൻ. ടാക്കോസ് കഴിക്കാറുണ്ട്. മെക്സിക്കോയിലാണ്. സുഷി ജപ്പാനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. കബ്സ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. കബ്സ എവിടെയാണ്? സൗദി അറേബ്യ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫുഡ് ആൻഡ് ഇൻഈക്വാലിറ്റി. എല്ലാവർക്കും ഒരേ രീതിയിൽ ഭക്ഷണം ലഭിച്ചിരുന്നില്ല കേട്ടോ. സോഷ്യൽ ഇൻഈക്വാലിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് റിച്ചായ ആൾക്കാരും പൂവറായ ആൾക്കാരും, പൈസ ഉള്ള ആൾക്കാരും പൈസ ഇല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ജന്മിമാർ, വലിയ വലിയ ജന്മിമാരുണ്ടായിരുന്നു, ഭൂ ഉടമകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കൃഷി ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അവർ സമ്മതിച്ചിരുന്നില്ല. തൊട്ടുകൂടായ്മ നിലനിന്നിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വലിയ ജന്മിമാരൊക്കെ വരുമ്പോൾ അവിടെ പണി ചെയ്യുന്ന ആൾക്കാർ ആ വഴിയിൽ നിന്ന് മാറി നിൽക്കണം, തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമാവും എന്നൊക്കെ പറയുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം കൊണ്ടുവന്നിരുന്നത് ആ കാലത്തെ പ്രവർത്തകരായിരുന്ന, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? സഹോദരൻ അയ്യപ്പൻ കേട്ടോ. മാർക്ക് ചെയ്ത് വയ്ക്കുക, പഠിക്കണം. സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം എന്ത് ചെയ്തു? ഇന്റർ ഡൈനിങ് ഇനീഷ്യേറ്റീവ്, അതായത് പല കാസ്റ്റിലുള്ള ആൾക്കാർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ഇനീഷ്യേറ്റീവ് സംഘടിപ്പിച്ചു. അതായത് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലം, ആ സ്ഥലത്ത് അവർ ഒരുമിച്ചിരുന്ന് കാസ്റ്റൊന്നും നോക്കാതെ ഭക്ഷണം കഴിച്ചു. അതിനെയാണ് എന്ത് പറയുന്നത്? മിശ്ര ഭോജനം എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഉച്ചനീചത്വങ്ങൾ കേട്ടോ. അപ്പോൾ അതിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുക. ഓക്കെ, മിശ്രഭോജനം നടത്തിയത് എന്നാണെന്ന് കൊടുത്തിട്ടുണ്ട്. 1917 മെയ് 29 സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത്. എവിടെയാണ്? ചെറായി, എറണാകുളത്തുള്ള ചെറായിലാണ് അത് നടന്നത്. ഓക്കെ, അപ്പോൾ അത് കാരണം അദ്ദേഹത്തിന് പല രീതിയിലുള്ള ഒപ്പോസിഷനും എതിർപ്പുകളും നേരിടേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ്? മേക്ക് എ നോട്ട് ഓൺ ഇനീക്വാലിറ്റീസ് ഇൻ ഫുഡ്. ഫുഡ് ഇനീക്വാലിറ്റി ഇസ് എ ഗ്ലോബൽ ഇഷ്യൂ. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ല ഫുഡ് ഇനീക്വാലിറ്റി. ഗ്ലോബലായിട്ട്, അതായത് എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള ഭക്ഷണത്തിലുള്ള ഇനീക്വാലിറ്റീസ് ഉണ്ട്. ഇറ്റ് ഈസ് കോസ് ബിക്കോസ് സം പീപ്പിൾ ഡു നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് ആക്സസ് ടു ഇനഫ് ഫുഡ്. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന് പോലും അവർക്ക് ആക്സസ് ഇല്ല, അതിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഫുഡ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻ ഓൾഡൻ ഡേയ്സ് ലാൻഡ് ലോഡ്സ് യൂസ് ടു ഈറ്റ് മോസ്റ്റ്ലി റൈസ്. പണ്ട് കാലത്തൊക്കെ ഈ ജന്മിമാരാണ് എന്ത് കഴിച്ചിരുന്നത്? അരി ഭക്ഷണം കഴിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ പൈസ ഇല്ലാത്തവർ കഴിച്ചിരുന്ന ഭക്ഷണം ഏതാണ്? നമ്മുടെ കൊള്ളി പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കഴിച്ചിരുന്നത്. There was also discrimination in being served. എങ്ങനെയാണ് ഭക്ഷണം വിളമ്പി കൊടുത്തിരുന്നത് അല്ലേ? എങ്ങനെയാണ് ഭക്ഷണം സെർവ് ചെയ്തിരുന്നത്? അതിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരേ പന്തിയിലിരുന്നിട്ട് ഉയർന്ന ജാതിക്കാർക്കും താഴ്ന്ന ജാതിക്കാർക്കും കഴിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. People belonging to lower caste were not allowed to sit with landlords, priests, etc. താഴെ തട്ടിലുള്ള എന്താ പറയുക, ഈ പാടത്തൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് ഉയർന്ന ജാതി, അതായത് വലിയ വലിയ ജന്മിമാരോ അതുപോലെ തന്നെ പുരോഹിതന്മാരോ അവരുടെ കൂടെയൊന്നും ഭക്ഷണം കഴിക്കാനുള്ള അനുമതി പോലും ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ്? ലോ ഇൻകം വാസ് വൺ ഓഫ് ദി മേജർ റീസൺ ഫോർ ഇനീക്വാലിറ്റി ഇൻ ഫുഡ്. നമ്മുടെ കയ്യിൽ പൈസ, ഇൻകം ഇല്ലായക, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വരുമാനം നമ്മുടെ കയ്യിലില്ല അല്ലേ? ജന്മിമാർക്കൊക്കെ എന്താണ്? അരിയൊക്കെ വിറ്റിട്ട് നല്ലോണം പൈസ ഉണ്ടാവും അവരുടെ കയ്യിൽ. പക്ഷേ ആ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്ക് അവർ ആവശ്യത്തിനുള്ള പണമോ അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള അരിയോ കൊടുത്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? അവർക്ക് വേണ്ട ഭക്ഷണം മേടിക്കാനുള്ള പൈസ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പീപ്പിൾ ഡിഡിൻറ്റ് ഹാഡ് മണി ടു ബൈ ദ ഫുഡ് ദേ നീഡഡ്. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം മേടിക്കാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്
lack of transportation facilities, high prices, lack of knowledge, gender discrimination etc. were few other reason. ആവശ്യമുള്ള ഭക്ഷണം അവിടെ ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ആ ഒരു സാധനം ഇവിടെ ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി വാങ്ങണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വാഹന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹൈ പ്രൈസസ്, അരിയൊക്കെ ജന്മിമാരുടെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ എന്താണ് വലിയ വില നൽകേണ്ടി വന്നിരുന്നു. അത്രയും പൈസ പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ലാക്ക് ഓഫ് നോളജ്, പല സാധനങ്ങളെ കുറിച്ച് അവർക്ക് എന്തുണ്ടായിരുന്നില്ല, അതിനെ പറ്റിയിട്ട് അറിവുണ്ടായിരുന്നില്ല. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, വീട്ടിലെ ആണുങ്ങളും കുട്ടികളും കഴിച്ചു കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ കഴിക്കുള്ളൂ. ഇപ്പോഴും പല വീട്ടിലുള്ള ഒരു കാര്യമാണത് അല്ലേ. അതായത് എന്താണ്, ഉള്ള ഭക്ഷണത്തിലെ ഏറ്റവും നല്ല പങ്ക് അവിടുത്തെ വീട്ടിലെ ആണുങ്ങൾക്ക്, പിന്നെ കുട്ടികൾക്ക്, പിന്നെ ബാക്കി വല്ലതുണ്ടെങ്കിൽ സ്ത്രീകൾക്ക്. അപ്പം അങ്ങനെ വരുമ്പോഴെന്താണ്, അവസാനം നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീരെ കുറവ് ഭക്ഷണമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അത് ഫുഡ് ഇൻഇക്വാലിറ്റിക്ക് ഒരു കാരണമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഗ്ലിംസസ് ഓഫ് സ്റ്റാവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനില്ലാതിരിക്കുക, വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരവസ്ഥയില്ലേ, അതിനെ നമുക്ക് എന്ത് പറയാം, സ്റ്റാവേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ വാർ ഇൻ യുക്രൈൻ ഗ്ലോബൽ ഫുഡ് ക്രൈസിസ് ടു ഇൻറ്റൻസിഫൈ, ഹംഗ്രി ചിൽഡ്രൻ ആ ക്രൈയിങ് അല്ലേ, ഭക്ഷണത്തിന് വേണ്ടി വിശന്ന് കരയുന്ന കുട്ടികൾ, ആഫ്രിക്കയിലും സൊമാലിയയിലുള്ള കുട്ടികളുടെയൊക്കെ പിക്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, അതിനെയാണ് സ്റ്റാവേഷൻ എന്ന് പറയുക. ഇനി എന്താണ്, വാട്ട് ആർ ദി പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെറ്റ് ഫ്രം ദ ന്യൂസ് ഹെഡ്ലൈൻ. ഈ ന്യൂസ് ഹെഡ്ലൈനിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? റേസ്. അപ്പോൾ ആദ്യത്തിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്, ക്ലൈമറ്റ് ചേഞ്ചസ്, കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ എന്തിലേക്ക് നയിക്കാം, സ്റ്റാവേഷനിലേക്ക്, ഭക്ഷണം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നയിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ എന്താണ്, സ്റ്റാവേഷൻ മെയിൻലി എഫക്ട്സ് ചിൽഡ്രൻ അല്ലേ, കുട്ടികൾ, കരയുന്ന കുട്ടികളുടെ പിക്ചേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്ന ആരെയാണ്, കുട്ടികളെയാണെന്ന് നമുക്ക് പറയാം അല്ലേ. അവർക്ക് വിശപ്പ് സഹിക്കാനുള്ള ഒരു പ്രായമൊന്നും അവർ എത്തിയിട്ടില്ല. പിന്നെന്താണ്, വാസ് ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ ഫുഡ് ക്രൈസിസ്. ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, വാർ ഇൻ യുക്രൈൻ അല്ലേ, യുക്രൈനിലെ വാർ നടന്നപ്പോൾ അത് ക്രൈസിസിലേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. അതായത് പല സ്ഥലത്തും ഭക്ഷണം ലഭിക്കുന്നതിൽ അതൊരു തടസ്സമായി. അപ്പോൾ ഒരു രാജ്യത്താണ് വാർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, പക്ഷെ ആ വാർ ഗ്ലോബലി തന്നെ എല്ലാ രാജ്യങ്ങളെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭക്ഷണം, എല്ലാവർക്കും ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ് അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ടാവും ഭക്ഷണം വേസ്റ്റ് ചെയ്യരുതെന്നല്ലേ. ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ കരയുന്ന കുട്ടികളുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അവർ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം പോലും കിട്ടാതെ പല കുട്ടികളും മരണപ്പെടുന്നുവെന്ന് കണക്കുകളുണ്ട് കേട്ടോ. എന്താ, വെള്ളപ്പൊക്കം. ബംഗാളിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ അവർ കൃഷിയാണ് ചെയ്തിരുന്നത്. വെള്ളപ്പൊക്കം വന്നതോടുകൂടി അവരെ കൃഷിയെല്ലാം നശിച്ചു, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലാതായി, കയ്യിൽ പൈസയും ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഒരു ഫെമൈൻ വന്നിട്ട് എത്ര ലക്ഷം പേര് മരിച്ചു എന്നാണ് പറയുന്നത്, 30 ലക്ഷത്തിലധികം പേര് സ്റ്റാവേഷൻ കാരണം, ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ട് വിശന്ന് മരിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. സ്റ്റാവേഷന് കാര്യങ്ങൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ക്ലൈമറ്റ് ചേഞ്ചസ് കാരണമാണ്, വാർ, യുദ്ധം കാരണമാണ്, അൺഎംപ്ലോയ്മെൻറ്റ്, നമുക്ക് ജോലി ഇല്ലെങ്കിൽ നമുക്ക് വരുമാനമില്ല, അപ്പോൾ യുദ്ധം ഒരു കാരണമാണ്. ഇൻഇക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, എല്ലാവരുടെ കയ്യിലും ഒരേപോലെയല്ല പൈസ അല്ലേ. നമ്മുടെ വീട്ടിലെ വരുമാനവും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ വരുമാനവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഇൻകം ചിലപ്പോൾ 10,000 രൂപയായിരിക്കാം, വരുമാനം 10,000 ആയിരിക്കാം, പക്ഷെ അപ്പുറത്തെ വീട്ടുകാർ ചിലപ്പോൾ കിട്ടുന്ന വരുമാനം എത്രയായിരിക്കാം, 50,000 രൂപ ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ 10,000 രൂപയ്ക്ക് എന്ത് സാധനങ്ങളാണ് കിട്ടുക, അതാണ് നമ്മൾ മേടിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ എന്ത് മേടിക്കും, 50,000 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും അതൊക്കെ അവർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അതിനെയാണ് ഇൻഇക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയാം അല്ലേ. ഇനി അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തെഴുതാം, അതൊക്കെ സ്റ്റാവേഷന് കാരണമാണെന്ന് നിങ്ങൾക്ക് എഴുതാം. ഇനി ഇവിടെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, എന്താണ്, വേൾഡ് ഫുഡ് ഡേ എന്നാണ്, ഒക്ടോബർ 16 കൊണ്ടാടുന്നത്. അതിൽ കേരള ഈസ് എ മോഡൽ സ്റ്റേറ്റ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് വേരിയസ് സ്കീം ഫോർ പോവർട്ടി എലിവേഷൻ. പോവർട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി സ്കീമുകൾ കേരള ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഏതാണ്, കുടുംബശ്രീ പ്രോജക്റ്റാണ്, കുടുംബശ്രീ മിഷനാണ് കേട്ടോ. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നത് 2013 എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കണം അല്ലേ, എല്ലാവർക്കും. അത് ആരുടെ ഉത്തരവാദിത്വമാണ്, അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് നിലവിൽ വന്നത് 2013 അതിനെയാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുക. നമ്മുടെ റേഷൻ കടകളും സപ്ലൈക്കോ ഒക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഒരു ഫുഡ് റാലി നടത്താൻ പറയുന്നുണ്ട്, ഒരു ഫുഡ് ഡേ മെസ്സേജ് കണ്ടോ, ഡോണ്ട് വേസ്റ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളുണ്ട്. ഇതുപോലെ നിങ്ങളോടും പ്ലക്കാർഡ്സ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്.
ഇത് നമുക്ക് കൊടുക്കാം. ഫ്രം ഫാം ടു പ്ലേറ്റ്, മേക്ക് ഫുഡ് സേഫ്, ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി, ദെൻ ഹെൽത്ത്. നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ട് നമുക്ക് പല അസുഖങ്ങളും വരുന്നുണ്ട്. ഇതിനെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന ഏതാണ്? ഒബസിറ്റി, പൊണ്ണത്തടി, അല്ലേ, ഡയബറ്റീസ്. ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിസീസസ് ആണ്. 2023 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെയുള്ള ചെറുധാന്യങ്ങൾ, ജോവർ, ബാർലി, റാഗിയൊക്കെ എന്താണ്? കോഡോ മില്ലറ്റ്, പേൾ മില്ലറ്റ് ഒക്കെ മില്ലറ്റ്സിൽ പെടുന്നതാണ്. ഓക്കെ, prepare a note on topic unhealthy food habits and lifestyle disease. അൺഹെൽത്തി ഫുഡ് ഹാബിറ്റിനെ പറ്റിയിട്ടും നമ്മുടെ ഡിസീസസിനെയും പറ്റിയിട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അൺഹെൽത്തി ഡയറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ റിസ്ക് ഫാക്ടർ ഫോർ എ റേഞ്ച് ഓഫ് ക്രോണിക് ഡിസീസസ് ഇൻക്ലൂഡിംഗ് കാർഡിയോവാസ്കുലർ ഡിസീസസ്, ക്യാൻസർ, ഡയബറ്റീസ് ആൻഡ് അതർ കണ്ടീഷൻ ലിങ്ക് ടു ഒബസിറ്റി. അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കാരണമാണ് നമുക്ക് പല ക്രോണിക് ഡിസീസസ് ഉണ്ടാവുന്നത്, അല്ലേ? ഏതൊക്കെയാണ്? കാർഡിയോവാസ്കുലർ ഡിസീസസ്, നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ, ഡയബറ്റീസ്, ഒബസിറ്റി, പൊണ്ണത്തടി, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിസീസസ് ആണ്. അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് ഉണ്ടെങ്കിൽ, അതായത് കൂടുതലായിട്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും ഗ്രെയിൻസും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു പരിധി വരെ ഈ അസുഖങ്ങൾ തടയാമെന്നാണ് പറയുന്നത്. പിന്നെ എന്തും ചെയ്യണം? കട്ടിങ് ഡൗൺ ഓൺ സോൾട്ട്, ഷുഗർ ആൻഡ് ഫാറ്റ്സ്. ഉപ്പും മധുരവും അതുപോലെ തന്നെ എന്താണ് പറയുക, കൊഴുപ്പുള്ള ഭക്ഷണവും കുറയ്ക്കണം എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? കിഡ്സ് ഗെറ്റ് ഈസിലി അട്രാക്റ്റഡ് ടു കളർഫുൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഓഫ് ചോക്ലേറ്റ്സ്, കോള, ബർഗർ, പിസ്സ എക്സെട്ര, അല്ലേ? കുട്ടികളെ ഓരോ അഡ്വർടൈസ്മെൻറ്റ്, പരസ്യങ്ങൾ കാണിച്ച് ഭക്ഷണത്തിലേക്ക് ആകർഷിക്കാൻ ഭയങ്കര എളുപ്പമാണ്, അല്ലേ? ഇപ്പോൾ ചോക്കോസിൻ്റെ പരസ്യം വരും, ഡയറി മിൽക്കിൻ്റെ പരസ്യം വരും, അല്ലേ? എന്താണ്? ജ്യൂസുകളുടെ പരസ്യം വരും. അപ്പോൾ അത് ഭയങ്കര അട്രാക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ കുട്ടികൾ കിൻഡർ ജോയ് പോലുള്ള സാധനങ്ങളൊക്കെ മേടിക്കും, അല്ലേ? ദേ ഈറ്റ് സച്ച് ജങ്ക് ഫുഡ് ആൻഡ് ആർ പ്രോൺ ടു ഒബസിറ്റി. ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ് കഴിച്ചിട്ട് അവർക്ക് പൊണ്ണത്തടി വരാനുള്ള സാധ്യത കൂടുതലാണ്. ദേ ഡോണ്ട് ഗെറ്റ് എനി ന്യൂട്രീഷൻ ഫ്രം സച്ച് കൈൻഡ് ഓഫ് ഫുഡ്. അവരുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ഒരു പോഷകങ്ങളും ഇങ്ങനത്തെ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇംപ്രൂവിങ് ഡയറ്ററി ഹാബിറ്റ്സ് ഈസ് സൊസൈറ്റിയൽ, നോട്ട് ജസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ പ്രോബ്ലം. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, അല്ലേ? നമ്മുടെ സൊസൈറ്റിയിൽ മൊത്തമായിട്ടും കാണുന്ന ഒരു പ്രശ്നം. നിങ്ങളുടെ ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗം വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്